ഹലോ ഗേയ്സ്, ഇന്ന് നമുക്ക് പർദ്ദയിലൊക്കെ കാണുന്ന സ്റ്റോൺ വർക്ക് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് സ്റ്റോണും സിൽവർ സ്റ്റോണും ഒക്കെ കാണും കേട്ടോ. ഇപ്പം നമുക്കിവിടെ വർക്ക് കിട്ടിയിരിക്കുന്നത് സിൽവർ കളർ സ്റ്റോണാണ്. അപ്പം ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ബോർഡുണ്ട്, പല ടൈപ്പ് മോഡലിൽ വരുന്ന ബോർഡുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് ഏത് മോഡലാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിക്കാം. അപ്പം അതിലോട്ട് ആ ബോർഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോണ് വാരിയിടണം. ഈ സ്റ്റോണ് മുകളിലൊക്കെ നിരത്തിയിട്ടിട്ട് നമ്മളിത് എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് ഒരുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് സോഫ്റ്റ് ക്ലോത്ത് വേണം, കത്രിക വേണം, പിന്നെ ഒരു പ്ലക്കറും വേണം കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ സ്റ്റോൺ നമുക്ക് ഈ ബോർഡിലോട്ട് ഇട്ടിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതും എല്ലായിടത്തും ഒരുപോലെ ആക്കട്ടോ. എന്നിട്ട് ഈ ഡിസൈനിലോട്ട് ഈ സ്റ്റോൺ ഇങ്ങനെ എല്ലായിടങ്ങളിലും ആവുന്നത് പോലെ നമ്മളിതിങ്ങനെ ഒരുതി കൊടുക്കണം. അപ്പോൾ ഈ സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഒരുതി കൊടുക്കുന്നത്. ഇനി നല്ലപോലെ എല്ലായിടത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സിൽവർ കളർ സ്റ്റോണൊക്കെ നമ്മളുടെ ഈ ബോർഡിലോട്ട് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇതിലിങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഇതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്ലക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോണൊക്കെ ക്ലീൻ ചെയ്തു മാറ്റി. അപ്പോൾ ബാക്കി വന്ന സ്റ്റോണൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് പ്ലക്കർ വെച്ചിട്ട് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഈ മറിഞ്ഞു കിടക്കുന്ന ബ്ലാക്ക് കളർ കാണുന്ന സ്റ്റോണിൽ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് സിൽവർ ഭാഗത്തോട്ട് ഇങ്ങനെ മറിച്ചിടണം. അങ്ങനെ ഇതിൻ്റെ കറക്റ്റ് റെഡി ആയതിനു ശേഷം ഒരെണ്ണം പോലും ഇതിൽ ഇങ്ങനെ മറിഞ്ഞ് കിടക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പർദ്ദയിലൊക്കെ നമ്മൾ ഡിസൈൻ കാണില്ലേ, എല്ലാം കറക്റ്റിലല്ലേ വരുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കസ്റ്റമർ വാങ്ങിക്കുമോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് വേണം ഈ സ്റ്റിക്കർ അടിക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് വലിച്ചെടുക്കാം, ഈ ബോർഡിൽ നിന്നും ഒന്ന് വലിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റോണൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെയാണ് കിട്ടുക. അപ്പം ഇതിന് വേറെ എവിടെയും വെക്കാൻ പറ്റില്ല. ഈ സ്റ്റിക്കർ മുഴുവൻ പശയാണ്, അതുകൊണ്ട് തന്നെ ഇത് വേറെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് പെട്ടെന്നൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം. കണ്ടോ, ഇനി ഇത് പാക്കാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്